കിലോമീറ്ററുള്ള കിവു തടാകം ആഫ്രിക്കയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. റുവാണ്ടക്കും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ, അതെ കോങ്കോക്കും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം. ചുറ്റും താമസിക്കുന്ന 2 മില്യൺ ജനങ്ങളുടെ ആഹാര സ്രോതസ് ഈ തടാകമാണ്. മീനുകളെ കൊത്തുവാൻ തക്കം പാർത്തിരിക്കുന്ന പക്ഷികളും നൗകകളിൽ ചുറ്റിത്തിരിയുന്ന ആദിവാസികളും ഇവക്കു താഴെ രസിച്ചു കളിക്കുന്ന മീനുകളും ഏതൊരു തടാകത്തിലെയും പോലെ ഇവിടെയുമുണ്ട്. പക്ഷേ ഇതിനുമൊക്കെ താഴെ മേൽപ്പറഞ്ഞ ജീവനുള്ള എന്തിനേയും നശിപ്പിക്കുവാൻ ശേഷിയുള്ള വലിയൊരാപത്ത് കിവു തടാകത്തിനുള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. ഏകദേശം 1000 അടിക്ക് താഴെ സർവ്വതും വിഷമയമാണ്. ഏകദേശം 256 ക്യൂബിക് കിലോമീറ്റർ കാർബൺ ഡൈ ഓക്സൈഡും 65 ക്യൂബിക് കിലോമീറ്റർ മീഥേനുമാണ് തടാകത്തിന്റെ അടിത്തട്ടിൽ കനത്ത മർദ്ദം കാരണം കുടുങ്ങിക്കിടക്കുന്നത്. ഇതുകൊണ്ട് തടാകജലം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പം ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇതിന്റെ തീരത്തുള്ള പട്ടണങ്ങളിൽ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. തടാകത്തിനടിയിലെ അഗ്നിപർവ്വതജന്യ പാറകൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറംതള്ളുന്നത്. ഇതിൽ കുറച്ചു ശതമാനത്തെ ബാക്ടീരിയകൾ മീഥേനാക്കി മാറ്റുന്നു. ജലത്തിനടിയിലെ അതിസമ്മർദ്ദം മൂലം ഇവയെല്ലാം ജലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിലെന്താ ഇത്ര കുഴപ്പം എന്നല്ലേ? തടാകക്കരയിലുള്ള അഗ്നിപർവ്വതങ്ങൾ ലാവ പുറംതള്ളുന്നത് ഈ ജലത്തിലേക്കാണ്. അപ്പോൾ ഉണ്ടാവുന്ന മർദ്ദവ്യതിയാനം മൂലം സോഡാകുപ്പി പൊട്ടിക്കുന്നത് പോലെ അമിതമായി ശ്വസിച്ചാൽ മരണം സംഭവിക്കാവുന്ന കാർബൺ ഡൈ ഓക്സൈഡും പെട്ടെന്ന് കത്തുന്ന മീഥേനും പുറത്തേക്ക് വമിക്കും. ഇതിനെ ലിംനിക് എറുപ്ഷൻ എന്ന് പറയും. ഇതിനു മുമ്പ് കാമറൂണിലെ മോനോൺ തടാകത്തിലും നേവോസ് തടാകത്തിലും ചെറിയ തോതിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും മതി മുൻപറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടാൻ. ഈയിടെ നടത്തിയ സർവേ വ്യക്തമാക്കുന്നത് ഈ വാതകങ്ങളുടെ അളവ് ഗണ്യമായി കൂടുന്നു എന്നാണ്. ഏതായാലും ഈ ഊർവശി ശാപം ഉപകാരമാക്കാനാണ് റുവാണ്ടൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, തടാകത്തട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രകൃതിവാതകങ്ങളെ പൈപ്പുകൾ ഉപയോഗിച്ച് പുറത്തേക്കെടുത്ത് ഇന്ധനമായി ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുക. ഇതിനായി ഒരു ബാർജിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇത് വലിച്ചെടുക്കുന്ന മീഥേനെ കരയിലെ വൈദ്യുതോൽപാദന കേന്ദ്രത്തിലേക്ക് പൈപ്പിലൂടെ എത്തിക്കും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് തടാക ജലത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. കാരണം കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് വിട്ടാൽ വലിയ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാരണമായേക്കും. തടാകജലം കൂടുതൽ ആസിഡിക് ആകാനും അതുമൂലം ആൽഗകൾ പെറ്റുപെരുകുവാനും സാധ്യതയുണ്ട്. പക്ഷേ റുവാണ്ടക്കാർ പുറകോട്ടില്ല.